കാപ്പ കേസിൽ പ്രതിയായ ബി.ജെ.പി. കൗൺസിലർ ആർ സുഗതന് അയോഗ്യതയിൽ നിന്നും രക്ഷപ്പെടാൻ 6 മാസത്തെ അവധി അനുവദിച്ചിരിക്കുന്നു. തുടർച്ചയായി 3 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്ന ഒരു പ്രതിക്ക് കൗൺസിലർ സ്ഥാനം നഷ്ടപ്പെടാതിരിക്കാൻ ഈ ഇളവ് അനുവദിച്ചു നൽകിയത് ആരോടൊക്കെയുള്ള ഒത്തുതീർപ്പിന്റെ ഭാഗമായാണ്. ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം ഈ അവധി അപേക്ഷ പാസാക്കിയെടുക്കാൻ കോൺഗ്രസും UDF റിബലും കൈകോർത്തു എന്നൊരു ആരോപണം കൂടി ഉയരുന്നു എന്നുള്ളതാണ്. ബി.ജെ.പിയുടെ അയോഗ്യതാ ഭീഷണി ഒഴിവാക്കുവാൻ കോൺഗ്രസ് അനുകൂല കൗൺസിലർ കൂടി പിന്തുണ നൽകിയതോടെ കോൺഗ്രസ് ബി.ജെ.പി അവിശുദ്ധ അച്ചുതണ്ടാണ് കോർപ്പറേഷനിൽ പ്രവർത്തിക്കുന്നതെന്ന ആരോപണം വീണ്ടും ശക്തമാവുകയാണ്. ആഭ്യന്തര വകുപ്പിന്റെ സർക്കുലറുകളുടെ മറപിടിച്ച് മേയർ നടത്തിയത് കേവലം ഒരു സാങ്കേതിക തീരുമാനമാണോ, അതോ ക്രിമിനൽ കേസ് പ്രതികൾക്ക് നൽകുന്ന രാഷ്ട്രീയ സംരക്ഷണമോ? ജനാധിപത്യ സ്ഥാപനങ്ങളെയും ജനവിധിയെയും പരിഹസിച്ച് നടക്കുന്ന ഈ അവിശുദ്ധ കൂട്ടുകെട്ടിന് എന്താണ് കോൺഗ്രസിനും ബി.ജെ.പിക്കും പറയുവാനുള്ളത്? ഈവനിംഗ് ഡിബേറ്റ് ആദ്യം ചർച്ച ചെയ്യുന്നത് കപ്പ പ്രതിയെ സംരക്ഷിക്കുവാൻ ബി.ജെ.പി കോൺഗ്രസ് ഭായ് ബന്ധമാണോ എന്നുള്ളതാണ്. കോർപ്പറേഷനിൽ നടക്കുന്ന അവിശുദ്ധ കൂട്ടുകെട്ടിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പോകുന്നത്. നിർബൻ ചക്രവർത്തി കൂടി നമ്മളോടൊപ്പം ചേരുന്നു. നിർബൻ, നോക്കൂ, വളരെ വ്യക്തമായി കാര്യങ്ങൾ വി രാജേഷ് പറഞ്ഞിരിക്കുകയാണ്. അത് ഏതാണ്ട് ശബരിനാഥ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് കൗൺസിലർമാരുടെ മുഖത്തിനേറ്റ അടിപോലായിരിക്കുന്നു. കാരണം അവർക്ക് എതിരെ ഇവിടെ പ്രവർത്തിച്ചിരിക്കുന്നത് ഈ ആഭ്യന്തര വകുപ്പാണ് എന്ന കാര്യം കൂടി വ്യക്തമാവുകയാണ്. എന്തായാലും 51 വോട്ടുകളുടെ പശ്ചാത്തലത്തിൽ ഈ സുഗതന് അവധി അപേക്ഷ നൽകിയിരിക്കുകയാണ് ഇന്ന് ഈ നിർണായക കൗൺസിൽ യോഗം. ഈ യോഗത്തിൽ ശക്തമായ ഒരു പ്രതിഷേധം ഇടതുഭാഗത്തു നിന്നും ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. നിലവിൽ എന്താണ് അവിടെ നിന്ന് പങ്കുവയ്ക്കുവാൻ സാധിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? തീർച്ചയായും സിന്ധൂരി, വളരെ നാടകീയമായ രംഗങ്ങൾ തന്നെയാണ് ഇന്നത്തെ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഉണ്ടായത്. നേരത്തെ തന്നെ അവധി അപേക്ഷ വരുമെന്ന കാര്യം ഇതിലെ എല്ലാ മുന്നണിയിലെ പ്രവർത്തകർക്കും കൗൺസിലർമാർക്കും അറിയാമായിരുന്നു. ഇന്ന് രണ്ടാമത്തെ അജണ്ടയായിട്ടാണ് മേയർ വി രാജേഷ് ഈ അവധി അപേക്ഷ ആർ സുഗതൻ്റെ, വാഴോട്ടുകോണം കൗൺസിലർ ആർ സുഗതൻ്റെ, കാപ്പ കേസ് പ്രതിയായിട്ടുള്ള ഇപ്പോൾ ജയിലിൽ കഴിയുന്ന സുഗതൻ്റെ അവധി അപേക്ഷ വായിച്ചത്. അപ്പോൾ തന്നെ ഭരണപക്ഷത്ത് നിന്ന് ഇത് വായിക്കുമ്പോൾ തന്നെ പ്രതിപക്ഷ കൗൺസിലർമാരുടെ എതിർസ്വരമുണ്ടായിരുന്നു. പക്ഷേ ഇത് വായിച്ച് അവസാനിപ്പിച്ച ശേഷം വോട്ടിനിട്ട് ശബ്ദ വോട്ടോടുകൂടി 51 കൗൺസിലർമാരുടെ പിന്തുണ അനുകൂലമായി അവധി അപേക്ഷയിൽ ലഭിച്ചു എന്നതാണ് വി രാജേഷ് പ്രഖ്യാപിച്ചത്. പക്ഷേ അപ്പോഴേക്കും കൗൺസിലർമാർ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ഇടത് കൗൺസിലർമാർ ഈ മേയറുടെ ചേംബറിന് മുന്നിലേക്ക് എത്തി ശക്തമായ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയത്. ഇതിൽ 51 കൗൺസിലർമാരെന്ന് പറയുമ്പോൾ പൗണ്ട് കടവിൽ നിന്ന് വിജയിച്ച കോൺഗ്രസിൻ്റെ ഈ വിമതനായി വിജയിച്ച കോൺഗ്രസ് കൗൺസിലർ കൂടി ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചു എന്ന കാര്യം വി രാജേഷാണ് അവിടെ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വെട്ടിലാക്കുന്ന കാര്യമാണ്. മറ്റൊരു കാര്യം, മേയർ വി രാജേഷ് ഇതിൻ്റെ അവധി അപേക്ഷ വയ്ക്കുന്ന ഘട്ടത്തിൽ വായിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ആഭ്യന്തര വകുപ്പ് കഴിഞ്ഞ 7ാമത്തെ മാസം ഒരു ഉത്തരവ് പുറത്തിറക്കി, ഒരു സർക്കുലർ പുറത്തിറക്കി. അത് സുഗതൻ്റെ ജാമ്യ അപേക്ഷയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ ജാമ്യം അനുവദിക്കണം എന്ന കാര്യമാണ്. അത് ഇല്ല എങ്കിൽ അദ്ദേഹത്തിന് അനുകൂലമായി ഒരു സർക്കുലർ ഇറക്കി എന്നതാണ്. അത് നഗരസഭയിലെ ഭൂരിപക്ഷം അംഗങ്ങളും അംഗീകരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവധി പരിഗണിക്കാം, അവധി അംഗീകരിക്കാം എന്ന തരത്തിൽ ഉള്ള ഒരു സർക്കുലർ ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയെന്നാണ് വി രാജേഷ് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ വായിച്ചത്. അത് അങ്ങനെ ഒരു സർക്കുലർ ഉണ്ട് എങ്കിൽ സ്വാഭാവികമായും അത് കോൺഗ്രസിന്, പ്രത്യേകിച്ച് ശബരിനാഥൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് ഏറ്റ വലിയ തിരിച്ചടിയാണ്. അതിൻ്റെ സ്ഥിരീകരണം ഇനി വരേണ്ടതുണ്ട്. പക്ഷേ വലിയ തിരിച്ചടിയായി പോയി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. കോൺഗ്രസ് നഗരസഭയ്ക്ക് എതിരെ വലിയ ശക്തമായ സമരം നടത്തുന്നു. പക്ഷേ അതേ കോൺഗ്രസ് പാർട്ടി ഭരിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പ് ഇങ്ങനെ അനുകൂലമായ ഒരു സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ടോ എന്ന കാര്യം വിശദമാക്കേണ്ടത് ആഭ്യന്തര വകുപ്പും കോൺഗ്രസുമാണ്. പക്ഷേ നാടകീയമായ രംഗങ്ങൾക്ക് ഒടുവിൽ നഗരസഭയിൽ 51 അംഗങ്ങളുടെ പിന്തുണയോടുകൂടി സുഗതൻ്റെ അവധി അപേക്ഷ അംഗീകരിച്ചു. അങ്ങനെയാണ് ബഹളത്തിനിടയിൽ മറ്റ് അജണ്ടകൾ പാസാക്കി വി രാജേഷ് ഇന്നത്തെ നഗരസഭാ യോഗം പിരിച്ചുവിട്ടതായി അറിയിച്ചത്. പക്ഷേ LDF ആരോപിക്കുന്നത് ശക്തമായ പ്രതിഷേധമാണ്. ഒരു കാപ്പ കേസ് പ്രതിക്ക് വേണ്ടി നഗരത്തിൻ്റെ ഭരണത്തെ തന്നെ പൂർണ്ണമായി സ്തംഭിക്കുന്നു.